Hi friends, welcome to Yoonus Vlogz. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനും വാങ്ങി ഒരു സ്റ്റെബിലൈസർ ഗിംബൽ. ഇത് noon.com UAE ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 2 കൊല്ലത്തോളമായി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വാങ്ങിയ ഒരു പാർസലാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടിയിട്ട് പരിചയപ്പെടുത്തി തരാമെന്നുള്ള ഒരു ആഗ്രഹത്തോണ്ടാണ് ഇത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇതിലെന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളത് ഉപയോഗിച്ചിട്ടുള്ളവരാണെന്നുവെച്ചെങ്കിൽ ഇതിനാട് നല്ല ഗിംബലുകളുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം ഇതിൽ കമൻറ്റിൽ എഴുതി അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ആ പാർസൽ. അപ്പോൾ ഇതിലെന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. ഞാനത് ഓൾറെഡി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ പരിചയമില്ലാത്തത് കൊണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഒരു തപ്പിപ്പഴ വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കൂടുതലൊന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് തുറന്ന് കാണാം. ഇതാണ് നമ്മൾ വാങ്ങിയ ഗിംബൽ. ഇത് 3 ആക്സിസ് ഗിംബലാണ്. MOZA Mini-S എന്ന് പറഞ്ഞ മോഡലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ബോക്സ്. ഓക്കെ, നമുക്കിതൊന്ന് ഇതിൻ്റെ കവർ ഞാൻ ഓൾറെഡി ഇവിടെ കീറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് തുറന്നാൽ കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബുക്ക്ലെറ്റാണ്. ഇതിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് സെറ്റിങ്സ്, ഓരോ ബട്ടനെ കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ ഇതിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ബിഫോർ യൂസിങ്ങും എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുക, അത് ആഫ്റ്റർ യൂസ് എങ്ങനെ ഓപ്പൺ ചെയ്യുക എന്നുള്ള ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് പോലത്തെ ഇതിലുണ്ട്. സ്റ്റിക്കർ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിക്കർ MOZA മിനിയുടെ 2-3 സ്റ്റിക്കറുകളും ഇതിലിവർ തന്നിട്ടുണ്ട്. പിന്നെ ഇതിലുള്ളത് ചാർജിങ് കേബിൾ. ഈ ചാർജിങ് കേബിളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനിതിന് മൊബൈലിൽ ചാർജർ വെച്ചിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ ഈ ചാർജർ വെക്കുമ്പോൾ തന്നെ ഇതിൽ ശരിക്കും ചാർജ് ആവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മേടിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെയുള്ള വേറൊരു കേബിളാണ് ഇത്. മൈക്രോ USB to സൗണ്ടിൻ്റെ പിന്നുള്ള ഒരു കേബിളുണ്ട്. അതുപോലെ തന്നെ ഇത് ക്യാരി കേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന അവർ തരുന്ന ഒരു ബാഗാണ്. ഇത് വളരെ ചെറിയ ഒരു ഗിംബലാണ്. ഇത് ഫോൾഡബിൾ ആയതുകൊണ്ട് അപ്പോൾ ഇതിൽ നമുക്കത് നോക്കി കാണാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ഇതാണ് ഇതിൽ തരുന്നത്. ബാഗുണ്ട്. ഓക്കെ, പിന്നെയുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട ഇതാണ് അതിൻ്റെ ഗിംബൽ. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ട്രൈപോഡും. ഇത് നമുക്ക് കണക്ട് ചെയ്യേണ്ട ഒരു ട്രൈപോഡും കൂടിയാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് തുറന്നു നോക്കാം. അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ, കുഴപ്പമില്ല, അത്യാവശ്യം മേഡ് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു സാധനമാണ്. പ്രൈസും കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. ഞാൻ മറ്റുള്ള ഗിംബലിനൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മൾ വന്നിട്ട് ഫ്രണ്ട്സിനോടൊക്കെ റെഫർ ചെയ്തപ്പോൾ അവരും ഇത് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഞാൻ അതുപോലെ സിയോൺ സ്മൂത്ത് 4 എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ എനിക്കതിൽ എൻ്റെ ഫോൺ സാംസങ് നോട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര ഫ്ലെക്സിബിൾ ആയിരുന്നില്ല. അതിൻ്റെ ബാലൻസ് സാധാരണ ഇത് കണക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഏകദേശം ബാലൻസ് ആക്കിയതിന് ശേഷമാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ സിയോൺ സ്മൂത്ത് 4-ൽ എൻ്റെ ഫോൺ ഐഫോൺ നന്നായി ആകുമെന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷേ അതിൽ സാധാരണ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ അത്ര സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങാണ്ടിരുന്നത്. ആദ്യം ഞാൻ അത് വാങ്ങാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അതിന് ശേഷം ഇതിൻ്റെ ഇപ്പുറത്തൊരു ഓപ്പണിങ്ങിൻ്റെ ബട്ടൺ ഉണ്ട്. ഇത് ഒറ്റ ഡയറക്ഷനിലാണ് ഇത് നമ്മൾ തുറക്കാൻ പാടുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. നമ്മളിത് തിരിച്ച് ഇത് ആക്കിയതിന് ശേഷം ഇത് ലോക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇത് തിരിക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഇതും കൂടി ഒന്ന് തുറന്നാലാണ് ഈ സാധനം മുഴുവനായിട്ട് ഇത്
ഓപ്പറേഷനിലുള്ള സെറ്റപ്പിലാണ്. ഇത് എങ്ങനെയാണ് ഫങ്ഷൻ ആക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെതായിട്ടുള്ള സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. ആ സോഫ്റ്റ്വെയറും കൂടി ഇതിൽ ഉണ്ടെങ്കിലേ ഇതിൻ്റെ പ്രോപ്പർ വർക്കിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൽ മൊബൈൽ ഞാൻ യൂസ് ചെയ്യുന്നത് നോട്ട് 9 ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് ഇതാണ് ഗിംബൽ. ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ. ഇത് ഞാൻ ഇതിൽ എൻ്റെ കയ്യിലുള്ള നോട്ട് 4 ആണ്. ഞാൻ നോട്ട് 9 ആണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നോട്ട് 4 എൻ്റെ കയ്യിൽ മുന്നത്തെ പഴയ ഫോണാണ്. അത് ഇതിൽ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കാം. ഇതിനെ 2 സൈഡിലേക്ക് ഇതാക്കിയതിന് ശേഷം പുതിയതായതുകൊണ്ട് കുറച്ച് ടൈറ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇത് എവിടെയെങ്കിലും ഫ്ലാറ്റ് ആയ സർഫസിൽ വെച്ചിട്ടാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഇതിൻ്റെ വെയിറ്റ് ബാലൻസ് ആയിട്ടില്ല. കണ്ടില്ലേ കിടക്കുന്നത്. നമ്മളിത് ഓണാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിനെ ഏകദേശം ബാലൻസ് ചെയ്താലേ ഇതിൻ്റെ മോട്ടറിന് കൂടുതൽ ആയസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ബാലൻസ് ആക്കിയിട്ടുണ്ട്. ഇതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ പവർ ബട്ടൺ ഓൺ ചെയ്യാൻ പാടുള്ളൂ. നമ്മളതിൻ്റെ സൈഡിൽ പവർ ബട്ടൺ ഉണ്ട്. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇത് ഓൺ ചെയ്തപ്പോൾ ഒന്നും കൂടിയും അത് ബാലൻസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ജോയ്സ്റ്റിക്ക് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇതിൻ്റെ കൺട്രോൾ ബട്ടൺ, ഈ സൈഡിൽ സൂം ബട്ടൺ ഉണ്ട്. ഇതൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വർക്ക് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ കൂടെ ഇതിന് സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. മോസ ജിനി എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറാണ് ഇതിന് വരുന്നത്. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിന് ബ്ലൂടൂത്ത് വഴിയാണ് കണക്ടിവിറ്റി. നമ്മളിത് ഫോണിൽ ഇതിൻ്റെ ബ്ലൂടൂത്ത് കൂടി ഓൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കണക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കണ്ടില്ലേ. ഇതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ്. ഇത് കൊടുക്കുക. അതിന് ശേഷം ഇത് ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുണ്ട്. കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്കിലുള്ള ട്രിഗർ ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ കണ്ടല്ലോ ഒരു ട്രിഗർ കണ്ടോ നിങ്ങൾ. ഇത് ഞെക്കിയാൽ ആദ്യത്തെ പൊസിഷനിൽ തന്നെ ഇത് വന്നിരിക്കും. കണ്ടില്ലേ. ഇതാണ് നമ്മൾ പറഞ്ഞ മോസ മിനി ഗിംബൽ. ഇതൊരു സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഈ ഫോണിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഫോണാണ് അതിൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കിതിൽ നിന്ന് കണ്ടതിന് ശേഷം ഇതിലത്തെ കുറച്ച് ഇതിൽ എടുത്ത കുറച്ച് വീഡിയോസ് നമുക്കിതിൽ കാണാൻ പറ്റും. കണ്ടില്ലേ. ഇതാണ് ഇതിൻ്റെ ജോയ്സ്റ്റിക്ക് ഈ കാണുന്നത്. അതിൻ്റെ അടിയിലുള്ളത് ഇതിൻ്റെ കൺട്രോൾ ബട്ടൺ കണ്ടോ. ഇതാണ് ഇപ്പോൾ നമ്മളിത് നോട്ട് 9 തന്നെ തിരിച്ച് ഈ ഗിംബലിൽ വെച്ച് ഇപ്പോൾ ഇതിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ. ഏകദേശം ഇവിടെ 6:30 ഉച്ചക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഇത് എടുത്തത്. ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോഴും ഏകദേശം ആ ഒരു ലെവലിൽ തന്നെ സ്മൂത്തായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഞാൻ നടന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കണ്ടില്ലേ. നമ്മളെ മറ്റേ ഫോണിൽ ഇത്ര ഈസി ആയിട്ട് നമുക്ക് വീഡിയോ ഇത്ര സിമ്പിളായിട്ട് എടുക്കാൻ പറ്റില്ല. എടുക്കണമെങ്കിൽ അതിൻ്റെ ആ ഷേക്ക് ഭയങ്കര ഫീൽ ചെയ്യും നമുക്ക്. ഇതിൻ്റെ കുറച്ച് ഷോർട്സ് നമുക്ക് എടുത്തു നോക്കാം. ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതലുള്ള എക്സ്പീരിയൻസ് എനിക്കില്ലാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ കുറച്ചും കൂടി കൂടുതൽ ഇതിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് കമൻറ്റിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ റിവ്യൂ നമുക്ക് പിന്നീട് ഇടാം. ഓക്കെ, ഇതിൻ്റെ കുറച്ച് ഷോർട്സ് നമുക്ക് അറിയുന്നത് പോലെ കുറച്ചൊന്ന് എടുത്തു നോക്കാം.